What's up gamers? Welcome back to another videos of MG456. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ പുതിയൊരു വീഡിയോയിലായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് പുതിയൊരു ഗെയിമായിട്ടാണ് നമ്മളിത് വന്നിരിക്കുന്നത്. നമ്മുടെ ഗെയിമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നിഞ്ച RC. ഒരു ഒന്നൊന്നര ജാപ്പനീസ് അപ്പാപ്പൻ്റെ ഗെയിമാണ്. അപ്പാപ്പന് മാത്രമല്ല കുറേ ടെമ്പിളും ഉണ്ട്, മാത്രമല്ല ജാപ്പനീസ് ഗെയിമാണ്. അപ്പോൾ നമ്മുടെ ഷിനോബി ടുട്ടൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എന്നിട്ട് കാണിച്ചു തരാം. കണ്ടോ, നല്ലൊരു ഷിനോബിയാണ്. പക്ഷേ ഇന്നലെ എല്ലാവരും അവിടെ ചെല്ലും, പക്ഷേ ഈ രൂപത്തിലാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ പുതിയൊരു ഗെയിമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ നടത്തുന്നതിനപ്പുറം എല്ലാവരും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ, എല്ലാം ചെയ്തോളൂ. അപ്പോൾ വേറെ വീഡിയോയിലേക്ക് കിടന്നാം. ലെറ്റ്സ് ഗോ. ഞാൻ അങ്ങനെ 6ാം ലെവലായിട്ടുണ്ട്. 12 നമ്മുടെ 6ാം ലെവൽ തൊട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ലെവൽ തന്നെ തുടങ്ങണമെന്നൊന്നുമില്ല, വളരെ കഷ്ടപ്പാടാണ് ഗൈസ്. നമ്മൾ ചെയ്ത ലെവൽ തൊട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ പതുക്കെ മുള്ളിലൊന്നും തട്ടാണ്ട് നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, നല്ല കിട്ടില്ല നെയ്യുമാണ്, പക്ഷേ ഫുൾ ബ്ലാക്കാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഷിനോബി. ഓരോ ഇതൊക്കെ നമുക്ക് മാറാനിട്ട് പറ്റും. എന്താ തടി ആവാൻ പറ്റും. എടാ ഞാൻ പൊട്ടിപ്പോയിടാ, ഞാൻ പൊട്ടിത്തെറിഞ്ഞു, എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ ഒരു ലൈഫ് പോയിട്ടുണ്ട് ഗൈസ്. പിന്നെയും ചത്ത്. ഞാനാണെങ്കിൽ നമ്മുടെ റീസ്റ്റാർട്ട് എടുക്കുകയാണ് ഗൈസ്. വേണ്ടി കുറച്ച് പണി എന്നിട്ട് ആദ്യം തൊട്ട് കളിക്കാം. നമ്മളങ്ങനെ ആ മുള്ളിൽ നിന്ന് തട്ടാൻ്റെ അപ്പുറത്ത് പോകാൻ ശ്രമിച്ചിട്ടാണ്. കുറച്ച് ടഫാണ് ഗൈസ്. നമ്മളങ്ങനെ ഇതിനെ കൊന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ടഫ് മാറാനായിട്ട് എല്ലാവരും ഇടപെടാൻ ലൈഫ് എടുത്തു. നമ്മളങ്ങനെ ഒരു സെറ്റ് പോയിന്റ് നമ്മൾ നെട്ടിയിട്ടുണ്ട്. ഇനി ചത്താലും നമ്മൾ അവിടെ എത്തും. ഇവിടെ കുറച്ച് പണിയാണ്. ആ സംഭവം ഇങ്ങോട്ട് വരുമ്പം വേണം നമുക്ക് ചാടാൻ. അങ്ങനെ കുറച്ച് വിഷയമുണ്ട്. ഇത് ഫുള്ള് മുള്ളാണ് കേട്ടാ. മുള്ള് മാത്രമേ ഉള്ളൂ റെഡ്, ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ബ്ലാക്കാണ്. നമ്മളതിൻ്റെ സെറ്റ് കൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൊന്നാലും നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ല ഗൈസ്. ഞാനാണെങ്കിൽ ഇവനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എടുത്ത് കയറി ചാടിപ്പോയി. നമ്മളാണെങ്കിൽ അവിടെ ഒരു സ്റ്റാർ ചെയ്തിട്ടുണ്ട്, നമുക്കത് പോയി എടുത്തിട്ട് വരാം. അതിനിപ്പോൾ ഇതിനകത്ത് ചിലപ്പോഴൊക്കെ ഈ പൈസ ആയിട്ട് എടുത്തതിൻ്റെ കൂടത്തിൽ കെണികൾ കാണും. അപ്പോൾ അതാണിത് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. നമുക്കാണെങ്കിൽ തത്തന ഉണ്ട് ഇല്ലേ, ഡീമൺ സ്ലെയറിലേറ്റ പോലെ തത്തന ഉണ്ട് ഗൈസ്. നമ്മൾ ചത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇതിനകത്ത് ഡീമൺ സ്ലെയർ പോലെ തത്തന ഉണ്ട്. പിന്നെ തടി ആവാൻ പറ്റും. തടിയല്ല ഗൈസ്, ഒരു മനുഷ്യൻ്റെ വേഷത്തിൽ ആവാൻ പറ്റും. പക്ഷെ നമ്മളത് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് പണി. നമുക്കിനി ഇവിടെ നമുക്ക് ആകാശത്തിലിട്ട് കുടയുന്നുണ്ട്, പറന്നു പോവാം ഗൈസ്. നമ്മളാണെങ്കിൽ ഇവിടെ എന്തോ എഡിറ്റ് കാണിച്ചിട്ടുണ്ട് ഇതിനെ പറ്റി. നമ്മളാണെങ്കിൽ നമ്മുടെയാണെങ്കിൽ തടിയായിട്ട് നമ്മുടെ താഴോട്ട് പോവാം. അവിടെ നമ്മുടെ നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടതാണ് നമ്മുടെ തടിയുടെ പവർ. ഇവിടെ കയറാൻ പറ്റണില്ല, നമ്മളങ്ങനെ കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ അപ്പുറത്തോട്ട് കിടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ കുന്തനുണ്ട്, ഇവൻ ശക്തിക്ക് വന്ന് നമ്മളെ ചുറ്റുന്നുണ്ട്. നമ്മളങ്ങനെ ഒരു ലൈഫിലായിട്ട് കടക്കാൻ പറ്റുമോയെന്ന് അറിഞ്ഞൂടാ. ഡൈവേർട്ട് ചെയ്യാം ഗൈസ്. ഡൈവേർട്ട് ചെയ്ത് ഞാൻ കൊന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കൂടെ നമ്മുടെ മച്ചാനും ഉണ്ട്. ഗൈസ് ഇത് കണ്ട, നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ ജാപ്പനീസ് വില്ലേജ്. ഫുള്ളും പറഞ്ഞാൽ ഫുള്ള് ജാപ്പനീസ് പടോടകളാണ്. ഇവിടെ നമുക്കൊരു കെണിയുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആ ശൂലം മണ്ണ് നമ്മളെ കൊല്ലും. അപ്പോൾ അതിനിപ്പുറം നമ്മൾ ഈ വെടി വെട്ടുന്നവനെ നമുക്ക് കൊല്ല ഗൈസ്. ഇതിനകത്ത് വെടി വെട്ടുന്നവൻ മാത്രമല്ല, അമ്പെയ്ത്തി നമ്മളെ കൊല്ലുന്നവൻ വരെ ഉണ്ട്. ഗൈസ് എന്തോ സൗണ്ട് കേട്ടോ. എൻ്റെ ടോട്ടൊക്കെ വെടിവെട്ടുന്നതിൻ്റെ ടൂട്ടാണ് ഇതിൻ്റെ സൗണ്ട്, വേറെ ലെവല് സൗണ്ട് ഗൈസ്. നമ്മളങ്ങനെ കളിച്ചുകൊണ്ട് പോവാണ്. നമ്മളങ്ങനെ ഇവനെ ഗൈസ്. നമ്മളാണെങ്കിൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ റെക്കോർഡർ ആപ്പ്. നമ്മളാണെങ്കിൽ ഇവനെ പോരാടേണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. ഇവനെ കൊന്നാലല്ല എന്നിട്ട് പോകാൻ പറ്റും. പക്ഷെ തത്തനെ വീശോടെ നേരെ ആണെങ്കിലും ചെന്നു ഗൈസ്.
പിന്നെ ആദ്യം തൊട്ട് കളിക്കണം. ഗൈസ് നമ്മൾ ചത്തിരിക്കുകയാണ്. എന്നെ നിങ്ങൾക്കറിയാലോ, ജിൻസ് ബ്രോ. നമ്മൾ ചത്തിരിക്കുകയാണ്. നമ്മൾ ആദ്യം തൊട്ട് കളിക്കാൻ പോകണം ഗൈസ്. നമ്മൾ ആദ്യം തൊട്ട് കളിക്കുകയാണ്. മച്ചാൻ പറഞ്ഞിട്ടുണ്ടാ ഇവന് ഡൈവേർട്ട് ചെയ്യണം. ഇവിടെ നിന്ന് തുള്ളിച്ചാടി കളിക്കുന്നു. ഫൈനൽ നമ്മൾ അവനെ കൊന്നിട്ടുണ്ട്. ഇനി രാജേഷിന് ആദ്യം തൊട്ട് നമ്മൾ കളിക്കണം. അവനെ കൊണ്ടിട്ടുണ്ട്. ഇപ്പം എർത്തടിക്കില്ല. പക്ഷെ ഈ എർത്ത് എങ്ങനെ വരുന്നതെന്നറിയാമോ? ആ ഇതിൻ്റെ അകത്താണെന്ന് മഞ്ഞ ലൈറ്റുള്ള വൃന്ദത്തിലുണ്ട്. ഇപ്പം നമ്മൾ ചത്തേനെ ഇപ്പം നമ്മൾ ചത്ത നമ്മുടെ വെടിച്ചിട്ട് തീരും. ഇതാണ് നമ്മുടെ ചത്തനയുടെ പവർ. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഇതുപോലെ വെട്ടാൻ പറ്റും. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ആരോഗ്യം വിടാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഡൈസ് ഇപ്പം ഇതെന്നെ കംപ്ലീറ്റ് ആവട്ടെ. ഞാൻ കാണിച്ചു തരാം. ഡൈസ് ഇതാണ് നമ്മുടെ മറ്റേതിൻ്റെ പവർ. എടാ അറിയാണ്ട് ഞാൻ അത്തടിയായി പോയി. ഞാൻ നേരെ പറന്നു പോവാ. ലിച്ചാവാതിരുന്നാ മതിയായിരുന്നു. ഇങ്ങോട്ട് ഇന്ന് ഒരു 1.5 മണിക്കൂർ ഇതുപോലെ ചവിട്ടി സൈക്കിൾ ചവിട്ടുന്ന പവർ പോലുണ്ട്. എടാ ഞാൻ അറിയാണ്ട് തടിയായിപ്പോയി. അങ്ങനെ അതും പോയി. നമ്മുടെ ഇന്ന് ഒരു 1.5 മണിക്കൂർ ഡാൻസ് ഇടുന്നു. എന്നിട്ട് നമ്മുടെ മച്ചാൻ ഡാൻസ് കയറും. മറ്റേ എന്തുവാ ആ ടത്തി വിട്ടുള്ള അതിൻ്റെ പവർ തോന്നുന്നു. ടത്തിയല്ല ടത്തനല്ല. അതേണ്ട ഇതുപോലെ വെടി വെച്ചാൽ മതി. എന്താ അതാണ് ഇതിൻ്റെ പവർ. അങ്ങനെയും പറ്റും. വാളിട്ട് വെട്ടാനും പറ്റും. അതാണ് ഗൈസ് നമ്മുടെ മുമ്പായിട്ടാണ് ചെയ്യുക. അപ്പം നമ്മളങ്ങനെ ഇതിൻ്റെ ലെവൽ 15 ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ആപ്പിടിയോടായിപ്പോയി. അപ്പം എന്തോ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം തൊട്ട് കളിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എത്തുമ്പോൾ നമ്മുടെ തത്തന വീശാം. അതേ ഉള്ളൂ. ഇനി ഒറ്റ മാറണം. അയ്യോ ഇപ്പം വെടിച്ചട്ടി കയറുന്നതിന് അത്തരമല്ല ഡൈസ്. ചത്തി കിട്ടുന്നത് ചുറ്റു വരുന്നത് അത്ര മതി ഡൈസ്. വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ചിലപ്പോൾ 8 മണി വല്ലതുകൊണ്ടാണ് ഇല്ല ഡൈസ്. ഒരു ഒറ്റ പൈസ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഇഷ്ടം പോലെ പോകുന്ന വഴിയെല്ലാം നമുക്ക് പൈസ ഇട്ടിട്ടുണ്ട് വന്നിട്ടുണ്ട്. കാരണം പൈസ എടുത്താൽ അതൊരു കളിയിൽ നിന്ന് എടുത്തില്ല. പൈസ എടുത്താലേ ഉള്ളൂ നമ്മുടെ ഇത് കിട്ടത്തുള്ളൂ. നമ്മുടെ ഈ വേഷം നമുക്ക് ലൈഫായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ലൈഫായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്കിൽസായിട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ ഈ ഡിസ്കോസില്ലേ, ഞാൻ പറഞ്ഞാൽ ജാപ്പനീസ് ഒരു വീടിൻ്റെ ഒരു പടമുള്ള ഒരു സംഭവം. ആ ബട്ടൺ നെക്കുവാണെങ്കിൽ ഇപ്പം തടിയല്ല വരത്തുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ടത്തന വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ അതിന് എടുത്ത് നോട്ടാം. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു പോരാളിയുണ്ട്. നമ്മൾ അതിനെ കൊന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി 2 സ്റ്റാർ എടുത്തിട്ടുണ്ട്. 3 സ്റ്റാർ എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. ഞാൻ പറഞ്ഞേക്കുന്ന അണ്ണനെ തന്നെയാണ്. ചട്ടടാ ഞാൻ പൊണ്ണി കയറുന്നുണ്ട്. ഇപ്പം എന്താ വെടിച്ചട്ടി കയറുന്നതിന് അതുകൊണ്ടാണ് നമ്മൾ ചത്ത് വിടുന്നത്. നമ്മളിതിനെ ആരും തൊട്ട് കളിക്കുവാണ്. ഇങ്ങനെ എപ്പോഴും ചത്തോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിതിൻ്റെ പാട്ട് 2 അപ്ലോഡ് ചെയ്യുകയാണ്. അതുള്ള ലക്ഷ്യം ഒറ്റ മാറണം. ഈ ഒരാഴ്ച ഇപ്പം ടേണി ഉണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി വന്ന് നമ്മുടെ വെടിച്ചട്ടി കയറുന്നതിന് നമ്മളങ്ങനെ ഫൈനലി ഇരട്ടിട്ടുണ്ട്. നമ്മൾ ഒരു ചെക്ക് പോയിന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. വന്നിട്ട് ഒരു സ്റ്റാറും എടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മുടെ പൈസ അവിടെ മിസ്സായിട്ടുണ്ട്. നമ്മളൊരു പൈസ എടുക്കാൻ പോകാം. ഗൈസ് ഞാൻ ആ പൈസ ഒന്നും നോക്കണില്ല. ഇഷ്ടം പോലെ പൈസ കിട്ടും. ഗൈസ് പറഞ്ഞില്ല നമുക്ക് പിന്നെയും പൈസ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കാണെങ്കിൽ പിന്നെ പൈസ പോയി എടുത്തിട്ട് വരാം. പൈസ ഇതെല്ലാ പൈസയും നമുക്കിൻ്റെ വാരിയാണ് കൂട്ടുവാണ്. ഞാൻ നിന്നിട്ട് കാണിച്ചു തരാം. നമ്മളാണെങ്കിൽ അടുത്ത ലെവൽ ചത്ത് പോകുമ്പോൾ ഞാൻ നിന്നിട്ട് കാണിച്ചു തരാം. അതിനകത്ത് ഒരു മെയിൻ മനി ഉണ്ട് ഗൈസ്. ആ സംഭവം എടുത്താൽ നമ്മുടെ കളിക്കാത്തെല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എടാ വിളിച്ചാവല്ലേ ഗൈസ്. നമുക്ക് അല്പം നേരം ഒന്ന് ഡാൻസ് കളിച്ചിട്ട് വാ. ഡാൻസ് കളിക്കാനില്ല, ചെറുതായിട്ട് ഡാൻസ് നമ്മളങ്ങനെ ഇവിടെ അള്ളി പിടിച്ച് മണ്ടത്തോട്ട് കയറാം. എടാ പറ്റണില്ല. നമ്മളങ്ങനെ അടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വിഷയമില്ല. ഇത്ര നോളം നമ്മളവന് അല്ല അവൻ നമ്മളെ പ്രതികാരം നീട്ടാൻ വേണ്ടിയിട്ട് വരും. നമ്മളെന്തായാലും അവനെ തിരിച്ചു കൊടുത്തിരുന്നു ഇല്ല മച്ചാൻ. ഉറപ്പായിട്ടും നമ്മളവനെ പ്രതികാരം നീട്ടിയിരുന്നു.
എത്ര പ്രതികാരം കിട്ടിയാലും എന്താ നമ്മൾ തന്നെ ചാവത്തുള്ളൂ. അതിന് കുഴപ്പമില്ല. നമ്മൾ ഒരിക്കലും തോട്ടാട്ടോ നമ്മൾ പിന്നെ മുന്നേറുകയാണ് അല്ലേ? യെസ് ഗൈസ്. അപ്പോൾ എല്ലാവരും പ്രോ പ്ലെയർ മോഡ് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചോ. നമ്മളങ്ങനെ പ്രോ പ്ലെയർ മോഡ് ആക്ടിവേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് നമ്മൾ കളിച്ച് തന്നെ എസ്കേപ്പ് ആവാൻ പറ്റുന്നതേ എത്തുള്ളൂ. എസ്കേപ്പ് അല്ല ലൈഫ്. ഇതിലെ ഫൈനൽ ബോസ് വരും. എല്ലാ ബോസിനെയും തളർത്തിയിട്ട് വേണം നമ്മൾ ഈ ലോകത്തുനിന്ന് നമ്മൾ രക്ഷപ്പെടണം. നമ്മുടെ മകനായ ഡോസുവിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അച്ഛനായ ഷിനോബി ഇങ്ങനെ നടത്തുന്നത്. ഫസ്റ്റ് സ്റ്റോറിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അത് എടുക്കാൻ പറ്റത്തില്ല. നമ്മളതിനെ കളിയെല്ലാം കളിച്ച് വരുമല്ലോ. നമ്മളവനെ വെട്ടുകതല്ലേ? ഇല്ല, നമ്മളങ്ങനെ ഒരു ലൈഫിനുണ്ട് നമ്മൾ പിന്നെയും പതരം നീട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്ന് അവൻ്റെ വെടിച്ചിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട് ഉറപ്പാ. അതിനോട് തിരിഞ്ഞു പോട്ടെ. എന്നിട്ട് അങ്ങോട്ട് വെടിച്ച അമ്മയുടെ എന്തോ പറ്റി. അപ്പുറത്തെനിക്ക് വന്നു 2 വെടിവെട്ടുന്ന അവന്മാരും എല്ലാം ഉണ്ടായിരുന്നു. 2 പോലും ഇല്ലേ ഗൈസ്? നമുക്ക് റീസ്റ്റാർട്ട് എടുക്കാം. വെറുതെ തുടങ്ങിയപ്പോഴേ നമ്മുടെ ഒരു ഇത് പോയി ഗൈസ്. പിന്നെ കിടന്നപ്പോഴേ പോവാതിരുന്നാൽ മതിയായിരുന്നു. എത്ര പ്രാവശ്യം നമ്മൾ റീസ്റ്റാർട്ട് പെട്ടെന്ന് കളിച്ചിട്ട് ഇവിടെ എന്തായാലും കെണിയാണ്. നമ്മളത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഈ വരുവാണെങ്കിൽ നമ്മളത് പൊട്ടിക്കുന്നില്ല. കാരണം ഇവിടെ എന്തായാലും നമുക്കറിയാം. ഇപ്പം ചാട് പറഞ്ഞ് നമ്മുടെ വെടിച്ചിട്ട് കയറുന്നതിന് നമ്മുടെ മച്ചാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി. പറ്റാവല്ലോ എന്നുള്ള പ്രതീക്ഷ തിരിഞ്ഞോട്ട് നമുക്ക് വേണമെങ്കിൽ കൊല്ലാം. ഒന്നിട്ടുണ്ടോ മച്ചാൻ പറയും. തത്തിയുടെ വീഴ്ച കണ്ടില്ല. നേരണിട്ടുണ്ടോ അവന് നീട്ടു. വേറെ ലെവലാണെങ്കിലും കുറച്ച് പണി പാളേണ്ടി വന്നിട്ടുണ്ട്. കാരണം എപ്പോഴും നമ്മൾ ചാവും. നമ്മൾ റീസ്റ്റാർട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് എടുക്കുകയാണ് ഗൈസ്. നമ്മൾ ഇവിടെ വരെ വന്നല്ലോ. പിന്നെ നമുക്ക് ജയിക്കാൻ പറ്റിയിരുന്നില്ല. ഗൈസ് വേറെ ലെവൽ സോണല്ലേ. പിന്നെ പോയിരിക്കുന്നു ഗൈസ്. നമ്മളങ്ങനെ പിന്നെ കളിച്ചിട്ടാണ് ഗൈസ്. ആരോ പള്ളിയിൽ വെച്ച മണഞ്ഞടിക്കുന്നു. നമ്മുടെ അപ്പാപ്പൻ പള്ളിയിലല്ലേ ഗൈസ്, ആര് ടെമ്പിളില്. അത് കുറച്ച് കോമഡികളൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ആ പെട്ടി പോട്ട് ഗൈസ്. പിന്നെ നമുക്ക് വേറൊരു ഒരു 10 ലെവലല്ലേ ഗൈസ്, ഒരു 12 ലെവലാകുമ്പോൾ നിനക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്പം തന്നെ ആകത്തില്ല, ഓരോ പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ആ ലെവലിൽ വരുമ്പം തലേ മൊത്തം ബോംബുകളൊക്കെ ഉള്ള ഒരു മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യരല്ല, നമ്മുടെ സ്വന്തം ശത്രുക്കൾ തന്നെ. പക്ഷെ നമ്മളെ പിന്നെ പണി പാളിപ്പിക്കുന്നില്ല. നമ്മളാണെങ്കിൽ ഈ പ്രാവശ്യം നമ്മുടെ മച്ചാൻ തടിയാവാണ്ട് എന്നോട് കളിച്ചു പോകുന്നില്ല. നമുക്ക് ഈസിയായിട്ട് അടിക്കായിരുന്നു. പക്ഷേ ഇവിടെ വരെ വരുവാണ് നമ്മുടെ പണി പാളി. ഞാൻ ആ സമയം കൊണ്ട് പൈസ എടുത്തിട്ടുണ്ട് പോയിട്ടാ. പക്ഷെ എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ മൂഹിക്ക? നമ്മൾ കണ്ടില്ല. റീസ്റ്റാർട്ട് എടുക്കാൻ നിൽക്കുന്നില്ല. അവനെ തീർത്ത് ഗൈസ്. നമ്മളങ്ങനെ പ്രഭാതം പോലെ തിളങ്ങുന്ന ചേരം നമുക്ക് കറങ്ങി കളിക്കാം. അയ്യോ, ഇപ്പൊ തറക്കലും തീർന്നാന്, ഇപ്പൊ എല്ലാം തീർന്നാന്. ഒന്ന് പിടിച്ചോ, എന്നാ പിടിച്ചോ. ചക്രം ബായി അവന്റെ രക്തം ഒഴുകുന്നുണ്ടല്ലോ. എടാ ഇപ്പൊ നമ്മുടെ വെടിച്ചിട്ട് തീർന്നാന്. അങ്ങോട്ട് പോട്ടെ. നമ്മുടെ നെഞ്ചത്ത് വെച്ച് ചത്തി നമുക്ക് കുത്തി കയറ്റാം. തത്തേന ഉണ്ടോ എല്ലാവരും നമ്മളെ തടിയാവും. ഇപ്പൊ ആവും നമ്മളെ വെടിച്ചട്ടി കയറുന്നത്. കത്തനയുടെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. എന്താടാ സ്റ്റാർ എടുക്കാൻ പറ്റാത്ത ഗൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കുന്താണ് കത്താനി ഒന്നാവട്ടെ. വേണ്ടി ആകാറായി. ആയി എന്നാലേ ഇവിടെ നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ
നമ്മുടെ വെടിക്കെട്ട് തീരും. രണ്ടായിട്ട് പോട്ടെ നമ്മുടെ ചാടി കയറി കണ്ട നെഞ്ചത്ത് തത്തി ചത്തു കൊടുത്തു ഗൈസ്. അതിന്റെ കുടലിട്ട് നമ്മളൊരു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മുള്ളിന്റെ കെണികളാണ്. ഇതൊക്കെ ആരുണ്ടാക്കുന്നടാ? എന്റെ മെയിൻ കൺട്രോളർ ഈ ലെവലിലെ ബോസ് തന്നെ ആയിരിക്കും, പിന്നെ പറയണ്ട. വെടിക്കെട്ട് കയറും. ഇവൻ ഇച്ചിരി വിഷയമാണ്, ഞാൻ കണ്ടോണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അവൻ അവനും തീർന്നു നമ്മളും തീർന്നു. ഈ സിനിമ എന്നിട്ട് അറിയത്തില്ലേ, നിന്നായിട്ടൊല്ലും ഞാനും ചാവും. പക്ഷെ ആ സിനിമ പോലെ തന്നെയാണ് നമ്മളും. എത്ര ചക്രമായിരുന്നു, എന്റെ കണ്ണുപോലും കണ്ടില്ല. കണ്ടില്ല, പെട്ടെന്ന് മറ്റാൻ നിരാശയോട് കളിച്ചാണ്. പാതി വരെ എത്താൻ പറ്റി. ഒരുത്താൻ പറയണ നമ്മളെ വെടിവെക്കും. വെടിച്ചട്ടി കയറുന്നതിന് പാട്ടുകളൊന്നും പാടാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഒരു വാക്കും പറയുന്നില്ല. ഇല്ല എന്നാ പിടിച്ചു കഴിച്ചാനെ കൊന്നു ചാടിക്കും. ഇവിടെ നടന്ന വിഷയമാണ്. അധികം വിഷയമില്ല, അതിനും വിഷയമില്ല. എന്നാലും എപ്പോഴെങ്കിലും ആ തത്തനെ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഷയം. പൈസ കിട്ടിയിട്ടുണ്ട്, സ്റ്റാറും കിട്ടിയിട്ടുണ്ട്. സ്റ്റാറിന് പകരം നമുക്ക് മറ്റേ ലൈഫ് കിട്ടുന്ന വല്ലതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഡ്രാഗൺ ബോൾ പോലത്തെ ഒരു സംഭവമാണ്. ഡ്രാഗൺ ബോൾ അല്ല, ഡ്രാഗണിൻ്റെ ശക്തിയുള്ള ഒരു ബോള്, ഒരു റെഡ് ബോളാണ്. നമ്മൾ ചിലപ്പോൾ അത് പേടിച്ചു പോയി. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തുവാ അയ്യോടാ, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലേ ഒരു എന്തുവാ നമ്മുടെ ഇപ്പം ബോംബില്ലേ, ആ ബോംബിന്റെ കറക്റ്റ് നിറം നമ്മുടെ മച്ചാനിടത്തിലടുത്ത് പേടിച്ചു പോയിട്ടുണ്ട്. ഇല്ല മച്ചാനെ, നമ്മളങ്ങനെ ഇവിടെ നേരെ പോവാണ്. എടാ അതെന്ത് വെറുതെ, അത് വേറെ ലെവല് കേട്ടാ. കൊടയിട്ട് പമ്പറുണ്ട്, തടി ആയിട്ടുണ്ട്. എന്നാലും മച്ചാൻ ചുമ്മാ നിങ്ങളെന്നെ കാണിക്കാൻ വേണ്ടിട്ട് ചെയ്തോ. അതുണ്ടായിരുന്ന അവിടെ പറ്റിപ്പിടിച്ചു പോയി. അപ്പോൾ അവിടെ വെടിച്ചിട്ട് അത്രേ ഉള്ളൂ മച്ചാൻ പറയും. ഇവനെ കൊന്നാലേ ഉള്ളൂ മനസമാധാനത്തോടെ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. പൈസയൊക്കെ അവിടെ കിടക്കട്ടെ. ഇപ്പുറത്ത് മൊത്തം നമ്മുടെ എടുത്തിടണം. ഇത് കൊടുക്കാം, സ്ഥലം വിട്ടു. നമ്മളതെടുത്തിട്ട് നമ്മുടെ സ്ഥലം വിട്ടിട്ടുണ്ട്. നമ്മുടെ സിനോബിയെ കാണാനില്ല. നമ്മുടെ സിനോബി സിനോബിക്കട്ടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഉള്ളിൻ്റെ ഇടയ്ക്ക് ഒളിച്ചിരിക്കും. ഇപ്പൊ നമ്മുടെ നമ്മളങ്ങനെ അവനെ കൊന്നിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. എൻ്റെ മോനെ നമ്മളവനെ ഫൈനലി കൊന്നിട്ടുണ്ട്. ചോര തിളയ്ക്കുന്നുണ്ടോ? എൻ്റെ ചോര തിളച്ചിട്ട് വെന്തൊഴിയട്ടെ. പിന്നെ നമ്മളെ പ്രതികാരം നീട്ടാൻ വന്നവന്മാരുടെ നമ്മൾ എന്തോ ചെയ്യണം, തിരിച്ചു പ്രതികാരം. അതാണ് അതിന് മെയിൻ കളി എന്ന് പറഞ്ഞാൽ, മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ അതാണ്. അതിലെ ബോസായിരിക്കുമാരെല്ലാം പറഞ്ഞു വിടുന്നു, പിന്നെ ആരും വിടാണ്. അതിലെ എഡിറ്ററിനെ സമ്മതിച്ചു. നമ്മുടെ അല്ല, ഈ ഗെയിമിന്റെ നമ്മക്ക് ഇപ്പൊ നമ്മുടെ എഡിറ്റിട്ട് കയറുന്നതാണ്. ഈ ഗെയിമിന്റെ എഡിറ്ററിനെയും ഡയറക്ടറിനെയും വരുമ്പോ നമ്മള് ചാവും ഗൈസ്.
എന്താണെന്ന് നമുക്കറിയില്ല ഗൈസ്. ഇവിടെ വരുന്ന എപ്പോഴും നമ്മൾ ചത്തോണ്ടേ ഇരിക്കും. നല്ല ശക്തിയുള്ള ഇല്ല ടൈ പോലത്തെ ഒരു സംഭവമാണ്. കറക്റ്റായിട്ട് ഇട്ടാണ് നമ്മളെ വെടിവെട്ടണം. എൻ്റെ അമ്മച്ചേ നമ്മളെ പമ്പരം ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറക്കി എടുത്ത് തുണി അലട്ടുന്നുണ്ട് വിട്ട്. നമ്മുടെ ഒരു ലൈഫിനുണ്ട് നമ്മൾ പിന്നെ മുന്നേറാൻ പോവാണ്. ഇല്ല മച്ചാനെ മച്ചാൻ കണ്ടില്ലായിരുന്നു. നേരെ പോവായിരുന്നു. എന്താ പറയാനാ ഇവിടെ എപ്പോഴും നമ്മുടെ ഇത് തന്നെ ഉള്ളു പരിപാടി. എപ്പോഴും ഈ ഒരു ലെവല് നമ്മുടെ കടത്താൻ പോലും പറ്റിയിട്ടില്ല. അതിൻ്റെ പേര് നിങ്ങളാരും നമ്മളെ കളിയൊന്നും മാറ്റരുത് നല്ല അതില്ല. നമ്മളെന്തായാലും നമ്മുടെ അണ്ണൻ എന്തായാലും നമ്മളെ കളിച്ച് തീർത്തിരിക്കും. അത്രേ ഉള്ളൂ. പൊഹയുടെ കൂടെ ഇലക്ട്രിസിറ്റിനോട് അടിക്കും. നല്ല വൈബ്. വന്നിട്ടുണ്ടോ ഇപ്പൊ വെടിച്ചിട്ട് കയറുന്നതിന് നമ്മള് പിന്നെ റീസ്റ്റാർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ള ലൈഫിനോടെ പോയി. ഇവിടെ വന്നാൽ ആ രണ്ടാമത്തെ തന്നെയല്ല രണ്ടിനാരോ കൈവശം കൊടുത്തിട്ടുണ്ട്. അവിടെ വരുമ്പോ ഞാൻ തീരും. ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. രണ്ടാമത് നമ്മള് തീരും. എന്താ പറയാനാണെന്ന് പോലും അറിഞ്ഞൂടാ. ഞാൻ തീരത്തില്ല. ഞാൻ നമ്മളങ്ങനെ അത് ജമ്പ് ചെയ്ത് നമ്മളെ വെടിവെച്ച ഗാന്ധിജി മരണപ്പെടുന്നുണ്ട്. അല്ല ഗാന്ധിജിയെ വെടിവെച്ചല്ല വന്നേ. അതുപോലെ നമ്മുടെ ദേഹത്ത് മുട്ടത്തില്ലടാ. മുട്ടത്തില്ല, അവര് മുട്ടാൻ പോകുന്നില്ല. ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചിരുന്നു. ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് പൂർണ്ണ യുദ്ധമാണ്. എല്ലാവരും പ്രാർത്ഥിച്ചു നമ്മുടെ ഇന്ത്യ ജയിക്കണമെന്ന്. അതുപോലെ നമ്മൾ ഗെയിമിനോടോ ജയിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. അന്നേരത്തി ടഫാണ്. ലെവല് കംപ്ലീറ്റ് ആക്കിയാലേ ഉള്ളൂ നമ്മുടെ അടുത്ത കളി. നമ്മളങ്ങനെ പൈസ 8,950 ഞാനായിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് പറയാം, എന്നാലേ എനിക്ക് പറ്റത്തുള്ളൂ. 9,120 റുപ്പീസ് നമ്മുടെ ആയിട്ടുണ്ട്. 20 റുപ്പീസ് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം 9,326 പൈസ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. എന്താ പോട്ടാ. അവനും ചത്ത് നമ്മളും ചത്ത്. രണ്ടിൻ്റെയും ബോട്ട് ഒരു വിഷയം തന്നെ. അവൻ്റെ അനിയൻ എന്നാ പിടിച്ചോ പടച്ചോനെ രാത്തോടെ. നമ്മളങ്ങനെ അവനെ പൊട്ടിച്ചിട്ടുണ്ട്. ഇന്ന് വരെ നമ്മൾ ഒരു ലൈഫിനുണ്ടല്ല ലൈഫ് വന്നു. നമ്മൾ ഈ മുള്ളൊന്ന് കിടത്താൻ പോവാണ്. അതിട്ട് കുറച്ച് ഹാത്തർ വായിട്ടുണ്ട്. നമ്മുടെ വെടിച്ചിട്ട് കയറുന്ന എൻ്റെ അമ്മയ്ക്കേ തത്തനാ വന്നില്ലായിരുന്നു. ഇപ്പോഴാ വന്നത്. ഇവരുടെ അമ്മോ ഇതുവരെ നമ്മൾ ചാവാണ്ട് വന്നിട്ടുണ്ട്. നമ്മള് പിന്നെ ടൈഡ് അവിടെ ആയിട്ടുണ്ട്. കൈ എന്ന് പറഞ്ഞാൽ ആ കൈ നമ്പറാനെ ഇവന്മാർ ഇങ്ങനെയാണോ ഇന്നത്തെ മതിയായി കേട്ടോ. അവന് ശരിക്കും കിട്ടിയിട്ടുണ്ട്. എന്റെ അമ്മജിയെ അവിടെ 3 എണ്ണം. നമ്മള് ഫൈനലി 6ാം ലെവല് കടന്നിരിക്കുന്നു. 3 സ്റ്റാറിനുണ്ട്. നമ്മളെ രക്ഷപ്പെട്ടിരിക്കുന്നു.
ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇടപെടാൻ ലൈക്ക് അടിച്ചോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവരും പെട്ടെന്ന് കാണാം. പീസ് ഔട്ട്.